ശ്രീ ജോർജ് പടിപ്പാറ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൽ എന്ന പ്രഖ്യാപനം നടപ്പാകൂ എന്നതായിരുന്നു ചോദ്യം. ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ. ഇടതുപക്ഷം, അതായത് പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ CPM-ഉം CPI ഏതാണ്ട് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 4-5 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമേ ഇനി പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ളൂ. ഇത് സ്വാഭാവികമായിട്ടും ഈ UDF-ൻ്റെ മേലൊരു അധിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ആ അധിക സമ്മർദ്ദം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും ബ്ലാക്ക് മെയിലിങ്ങിലോ അല്ലെങ്കിൽ വലിയ കൂടിയാലോചനകളും അതും ഇതുമായിട്ട് അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഇനി സമയമില്ല, സാവകാശമില്ല. അതുകൊണ്ട് തന്നെ ഈ സർവേകളിലൊക്കെ കണ്ടെത്തിയ വിന്നബിലിറ്റി എന്ന് പറയുന്ന മേജർ ഫാക്ടറുണ്ട്. ആ ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ ബ്ലാക്ക് മെയിലിങ്ങിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വഴങ്ങാതെ AICC-യുടെയും അതുപോലെ തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെയും KPCC ഒക്കെ നടത്തിയ സർവേ അനുസരിച്ചും മണ്ഡലത്തിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടും ഒരു സ്ഥാനാർത്ഥി പട്ടിക വലിയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഒരുപക്ഷെ നാളെ തന്നെയോ അല്ലെങ്കിൽ മറ്റന്നാളേക്ക് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാൻ ആർക്കും സമയമില്ല, പാർട്ടിക്ക് സമയമില്ല, AICC-ക്ക് സമയമില്ല, നേതാക്കൾക്കും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വേഗത്തിൽ ഒരുപക്ഷെ സെറ്റിൽ ആകാൻ സാധ്യതയുണ്ട്. ചില മുറിവുറുപ്പുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ അടുത്ത കാലത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു കുറേ കൂടി വ്യക്തിപരമായ സ്വാധീനം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടാകാം. അതായത് സ്ഥാനാർത്ഥിയുടെ ആ ഒരു വ്യക്തിപരമായ മികവ്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിക്ക് അതാത് വാർഡുകളിലും അതുപോലുള്ള ആ പ്രദേശത്തുമുള്ള ഒരു സ്വാധീനം, ഇങ്ങനെ രാഷ്ട്രീയമായ ഇതിനോടൊപ്പം തന്നെ മറ്റു പല ഘടകങ്ങളുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന മാനദണ്ഡം ഉണ്ടാകുക. അതായത് സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ ഹാഷ്മി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രയും മികവാർന്നൊരു വിജയം തീർച്ചയായിട്ടും UDF-ന് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ സർക്കാരിനെതിരെ രാഷ്ട്രീയ വികാരമുണ്ട്, രാഷ്ട്രീയമായ എതിർപ്പുണ്ട്, ജനങ്ങൾക്കിടയിൽ വലിയ അസംതൃപ്തിയുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് കൃത്യമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ആ കണക്കുകളൊക്കെ ഹാഷ്മിയോട് പറഞ്ഞല്ലോ. 55% ഗ്രാമപഞ്ചായത്തുകൾ വിജയിക്കാൻ കഴിഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല. അതിൽ നിന്ന് കാര്യമായൊരു വ്യത്യാസം ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സർക്കാരിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? തുടർച്ചയായ വലിയ പരസ്യങ്ങളുണ്ടായി, ചില ആനുകൂല്യ പ്രഖ്യാപനങ്ങളുണ്ടായി, ക്ഷേമ പ്രഖ്യാപനങ്ങളുണ്ടായി, എല്ലാ വിഭാഗം ജനങ്ങളെ സ്പർശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തു. ഇതുകൊണ്ടൊക്കെ മാത്രം ഈ പറഞ്ഞ ആ വിരുദ്ധ വികാരത്തെ മായ്ച്ചു കളയാൻ പറ്റുമോ? ആ വിരുദ്ധ വികാരം അപ്പാടെ മാറ്റിയെടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ നഷ്ടപ്പെടില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 2021 തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് ശേഷം റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ LDF അധികാരത്തിൽ വന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കുറേ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഇതിൽ വീണുപോയി, അല്ലെങ്കിൽ ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് എടുത്ത് സർക്കാരിന് വീണ്ടും ആശീർവദിക്കാൻ ജനം തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യം ഒരു മറുവശത്തുണ്ട്. അതിൻ്റെ ഉത്തരം വരും ദിവസങ്ങളിലേ കാണുള്ളൂ. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ അടുത്ത കാലത്ത് UDF ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുമൊക്കെ LDF-നേക്കാൾ മുമ്പേ തന്നെ, ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും LDF-നേക്കാൾ മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്ന, ഇപ്പോൾ പുതുപ്പള്ളിയിലൊക്കെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം, നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്, അങ്ങനെ പല സ്ഥലത്തും, പാലക്കാടാണെങ്കിലും ശരി, നിലമ്പൂരാണെങ്കിലും ഒക്കെ ശരി, LDF-ന് ഒപ്പമോ അതിനു മുമ്പോ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാഴ്ച കണ്ടു, എഡ്ജ് കിട്ടുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇത്തവണ വളരെ നേരത്തെ തന്നെ പറഞ്ഞു, ഞങ്ങൾ ജനുവരിയിൽ തന്നെ പ്രഖ്യാപിക്കും. മറ്റേ എന്താ പറയുക, സതീശൻ്റെ ആ പുതിയുഗ യാത്രയുടെ സമയത്ത് അതാത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നതാണ്. പക്ഷേ അതിനുശേഷം പുതിയുഗ യാത്രയ്ക്ക് ശേഷമാണ് ഓൾ ഓഫ് എ സഡനായിട്ട് പാർട്ടിയിൽ അതുവരെ ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്ന കാഴ്ച കണ്ടു. അതിൽ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് K. സുധാകരൻ എന്ന് പറയുന്ന മുൻ KPCC പ്രസിഡന്റ്, കണ്ണൂരിലെ MP, പാർട്ടിക്ക് വലിയൊരു തലവേദനയും വലിയ ഒരു സമ്മർദ്ദവും സൃഷ്ടിച്ചുകൊണ്ട് എനിക്ക് കണ്ണൂരിൽ മത്സരിക്കണമെന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും UDF-നെ വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്കും UDF-നെ കുറിച്ച് ഒരു എന്താ പറയുക, ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതൊരു തർക്കമറ്റ സംഗതിയാണ്. ഇനിയും സുധാകരനെ പാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ആ വിഷയത്തിൽ സുധാകരൻ ഏതെങ്കിലും രീതിയിൽ കണ്ണൂർ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചാൽ, AICC-യുടെ തീരുമാനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും മത്സരിക്കാൻ തീരുമാനിച്ചാൽ, കണ്ണൂർ ജില്ലയിൽ വലിയ രീതിയിൽ അത് UDF-ൻ്റെ സാധ്യതകളെ ബാധിക്കും. അതൊരു പക്ഷേ കേരളത്തിൽ തന്നെ ഒരുപാട് ചില
പ്രശ്നങ്ങൾ UDF സൃഷ്ടിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷെ അതൊന്നും ഇല്ലാതെ പ്രശ്നങ്ങൾ തീരാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ എന്നുള്ളത് നേരത്തെ പറഞ്ഞ ആ പോയിന്റിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരെല്ലാം LDFിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ പരിചിതരാണ്, സുപരിചിതരാണ്. ഭൂരിപക്ഷം പേരും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള ആ ഒരു വശം അവിടെയുണ്ട്. ഈ പരിചിതത്വം സൃഷ്ടിക്കുന്ന ഒരു അതൃപ്തി ഉണ്ടല്ലോ, അതായത് കൂടുതലായിട്ടുള്ള ആ ഒരു എക്സ്പോഷർ സൃഷ്ടിക്കുന്ന ആ ഒരു വിരക്തിയുണ്ട്. അതും അവരെ ബാധിക്കാം. മാത്രമല്ല UDFിന് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ LDFിനെയും അതുപോലെ തന്നെ NDAയും അപേക്ഷിച്ച് സാമ്പത്തികമായിട്ട് മണ്ഡലത്തിൽ പണം ചെലവാക്കാനുള്ള ശേഷി ഇപ്പോൾ UDFിന് കുറവാണ്. നീണ്ടു നിൽക്കുന്ന മാസങ്ങൾക്കപ്പുറം നീളുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണെങ്കിൽ UDF കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പിലും നേരിട്ടതുപോലെ അവസാനം പണമില്ലാതെ സ്ഥാനാർത്ഥികൾ നെട്ടോട്ട് ഓടേണ്ടി വരും, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഒരു 15 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ UDFിന് വലിയ പണച്ചുരുക്കമില്ലാതെ ഫണ്ട് ക്ഷാമമില്ലാതെ കാര്യങ്ങൾ കൃത്യമായി തന്നെ മറ്റുള്ളവർക്കൊപ്പം തന്നെ കൊണ്ടുപോകാൻ കഴിയും. അത് ഈ സമയം കുറഞ്ഞത് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആനുകൂല്യം UDFിന് കിട്ടുന്നുണ്ട്. കാരണം അവർക്ക് സാമ്പത്തിക ഞെരുക്കം വളരെ കൂടുതലാണ്. മാത്രമല്ല പാർട്ടി ഫണ്ട് സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുന്നതും ഈ UDFിൻ്റെ കാര്യത്തിൽ കുറവായിരിക്കും. LDFിൽ സ്ഥാനാർത്ഥിയായാൽ മതി, പണം മുടക്കുന്നത് പാർട്ടിയാണ്. NDAയിലാണെങ്കിലും ഏതാണ്ട് അതുതന്നെയാണ് അവസ്ഥ. പക്ഷേ UDFിൻ്റെ സ്ഥിതി അതല്ല. അതുകൊണ്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഈ ദിവസങ്ങളുടെ എണ്ണം, പ്രചരണ ദിവസങ്ങളുടെ എണ്ണം കുറയുന്നത് അവരെ ഒരു പരിധി വരെ അവർക്കൊരു ആശ്വാസമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.